കേരള എക്സ്പ്രസിൽ നിന്നും ഓടുന്ന ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ ചവിട്ടി താഴെയിട്ടു. 19 വയസ്സ് മാത്രമുള്ള സ്ത്രീക്കുട്ടിയാണ് അക്രമത്തിന് ഇരയായത്. ആക്രമിച്ചത് സുരേഷ് കുമാർ. ഇയാൾ ട്രെയിനിൽ നിന്നും പുകവലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ പെൺകുട്ടി ചോദ്യം ചെയ്തു. മാത്രമല്ല, പുകവലിച്ചുകൊണ്ട് ഡോറിൽ നിൽക്കുകയും ചെയ്തു. അതും ഈ പെൺകുട്ടി ചോദ്യം ചെയ്തു. ഒന്നല്ല 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ പ്രകോപിതനായ പ്രതി ഈ പെൺകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക്, വിജനമായ പ്രദേശത്തിലേക്ക് തള്ളിയിടുന്നു. എത്ര ക്രൂരമാണല്ലേ! പ്രതി മദ്യലഹരിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ബോധമില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല. 2011 സൗമ്യ കേസ്. തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂരിലേക്ക് പോയ പെൺകുട്ടി, വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി, പല സ്വപ്നങ്ങളും കണ്ടുപോയ പെൺകുട്ടി. അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല താൻ ഒരു അക്രമത്തിന് ഇരയാകുമെന്നും തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്നും. ഗോവിന്ദസ്വാമി എന്ന വൃത്തികെട്ടവൻ സൗമ്യ എന്ന പാവം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. വെറും 23 വയസ്സ് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രായം. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു. നമ്മൾ ഓരോ യാത്രയും എൻജോയ് ചെയ്യുന്ന ആളാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇങ്ങനത്തെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ട്രെയിനിലെ തർക്കങ്ങൾ സ്വാഭാവികമാണ്. ട്രെയിൻ ഇതേപോലെ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ജീവൻ എടുക്കുക മാത്രവുമല്ല, ഈ തള്ളിയിട്ട പ്രതിയെ യാത്രക്കാർ പിടിച്ചു വെച്ചു. പോലീസിൽ ഏൽപ്പിച്ചതിന് ശേഷം അവൻ കള്ളം പറഞ്ഞു. ബംഗാളിയാണ് തള്ളിയിട്ടതെന്ന്. തീർന്നല്ലോ അല്ലേ? എല്ലാം ബംഗാളിൻ്റെ തല വെക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് വടക്കേ ഇന്ത്യയാണ് സേഫ് അല്ലാത്തത്, വടക്കേ ഇന്ത്യയിൽ സെക്യൂരിറ്റി ഇല്ല. അപ്പോൾ കേരളത്തിലോ? ഇതിപ്പോൾ 4ാമത്തെ 5ാമത്തെ കേസല്ലേ? 2011 സൗമ്യ കേസ്. 23 ഷാറൂഖ് സെയ്ഫ് എന്ന ഒരു തീവ്രവാദി ട്രെയിനിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. 3 പേരല്ലേ കൊല്ലപ്പെട്ടത്. ഇതേപോലെ തന്നെ ടി വിനോദ് കുമാർ, കഴിഞ്ഞ വർഷമാണ് ടി ആയ വിനോദ് കുമാറിനെ ട്രെയിനിൽ നിന്ന് ഒഡീഷ സ്വദേശി തള്ളിയിട്ട് കൊന്നത്. ഒറ്റ മകനായിരുന്നു. ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. ട്രെയിനിൽ എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് നമുക്ക്. ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിന് പുറത്തോട്ട്, കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ടിക്കറ്റ് ഇല്ലാതെ ഒരുപാട് പേര് കയറുന്നുണ്ട്. കേരളത്തിലും കയറുന്നുണ്ട്. ഇപ്പോൾ തന്നെ കേരള എക്സ്പ്രസിൽ നിന്ന് കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ഇല്ലാതെ ഒരുപാട് പേര് കയറുന്നതാണ് കേരളത്തിൽ നിന്ന് തന്നെ. ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അതായത് ടിക്കറ്റ് എടുത്തവരെ മാത്രം പ്ലാറ്റ്ഫോമിനുള്ളിൽ കയറ്റുക, പ്ലാറ്റ്ഫോമിൻ്റെ വെളിയിൽ കർശനമായ പരിശോധന നടത്തുക. ഇപ്പോൾ മാവോയിസ്റ്റ് മേഖലകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയാൽ തന്നെ നമ്മൾ ID കാർഡ് പരിശോധിക്കും. അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോമുകളിൽ പോയാലും, അല്ലെങ്കിൽ പല റെയിൽവേ സ്റ്റേഷനുകളിൽ പോയാലും ചില മാവോയിസ്റ്റ് പ്രശ്നബാധിത മേഖലകളിൽ നമ്മുടെ ഈ ID കാർഡ് പരിശോധിക്കുന്നതാണ്. അതുപോലെ ഒരു എയ്റോപ്ലെയിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിന് പോകുമ്പോഴുള്ള അതേ സെക്യൂരിറ്റി ഇവിടെ നടപ്പാക്കണം. ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാരന് സ്വസ്ഥമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം റെയിൽവേ ഒരുക്കണം. ഒരുപാട് മാറിയിട്ടുണ്ട്, ശരിയാണ്. ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റെയിൽ മദത് ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ റെയിൽ മദത് ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ ഉടനെ പ്രശ്നപരിഹാരം ഉണ്ടാവും. ഒരു 90% ട്രെയിനിലും ഉണ്ട്. ചില ട്രെയിനിൽ മാത്രമാണ് ആ ഒരു പരിഹാരമില്ലാത്തത്. അല്ലെങ്കിൽ 139 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചും നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ്. ഉടൻ തന്നെ പരാതിപ്പെടുക. ഇപ്പോൾ നിങ്ങളുമായി ആരെങ്കിലും വഴക്കിടുകയോ വള്ളി പിടിക്കുകയോ ചെയ്താൽ, വള്ളി പിടിക്കുക എന്ന് വെച്ചാൽ വഴക്കിടുക, നമ്മുടെ സ്വതസിദ്ധമായ ശൈലി. വഴക്കിടുക ചെയ്താൽ ഒരുപാട് വഴക്കിലൊന്നും പോകാതിരിക്കുക. മദ്യം അടിച്ചിട്ടായിരിക്കും വരുന്നത്, കഞ്ചാവ് അടിച്ചിട്ടായിരിക്കും വരുന്നത്, മദ്യപിച്ചിട്ടായിരിക്കും വരുന്നത്. ഇവർക്കാർക്കും ബോധമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റെയിൽ മദത് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്താൽ ഉടനടി പരിഹാരം ഉണ്ടാകുന്നതാണ്. TTR അല്ലെങ്കിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ വന്ന് ഇവരെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ്. ആ ഒരു വഴി നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമായി യാത്ര ചെയ്യണം. ഇപ്പോൾ റെയിൽവേ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ മറ്റൊരു കാര്യമാണ് ട്രെയിനിലെ ഭക്ഷണം. വളരെ മോശം ഭക്ഷണമാണ് ട്രെയിനിൽ വിളമ്പുന്നത്. അത് 150, 160, 170, 200 രൂപയാണ് ഒരു ബിരിയാണി മേടിക്കുകയോ ഒരു ഊണിനോ പനീർ കറിക്കോ എല്ലാത്തിനും. എന്നാലോ ക്വാളിറ്റി വളരെ മോശമാണ് ട്രെയിനിലെ ഫുഡിൻ്റെ. ഇപ്പോൾ ഞാനൊക്കെ ഓർഡർ ചെയ്യുന്നത്, യാത്ര ചെയ്യുകയാണെങ്കിൽ ഫുഡ് ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫുഡ് കിട്ടും. എന്നാൽ ട്രെയിനിൽ ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്ത വളരെ വളരെ മോശം ഫുഡാണ് കിട്ടുന്നത്. ഇതിനൊക്കെ ഒരുപാട് മാറ്റം വരണം. കാര്യം നമ്മൾ നല്ലൊരു തുകയാണ് ഇതിനൊക്കെ മുടക്കുന്നത്.